നമസ്കാരം. നിലവിളക്കിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് സർവ്വദേവതകളുടെയും ചൈതന്യം കുടികൊള്ളുന്ന ഒരു അത്ഭുതകരമായ വസ്തു തന്നെയാണ് വിളക്ക്. ഇന്ന് വിളക്കുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ 2 വിളക്കാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ വിളക്ക് 2 തിരിയിട്ട വിളക്കാകുന്നു. രണ്ടാമത്തെ വിളക്ക് ഭദ്രദീപമാണ്, 5 തിരിയിട്ട വിളക്ക്. ഈ 2 വിളക്കുകളിൽ ഒരു വിളക്ക് തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തണം എന്ന ഇഷ്ടദേവതയോട് കണ്ണുകൾ അടച്ചു തന്നെ പ്രാർത്ഥിക്കുക. ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചു തന്നെ പ്രാർത്ഥിച്ചോളൂ. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ തന്നിരിക്കുന്നതായ 2 വിളക്കുകളിൽ ഒരു വിളക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു വിളക്ക് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രമിക്കുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ വിളക്ക് അഥവാ 2 തിരിയിട്ട വിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രധാനമായും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ, ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കണം എന്ന് തന്നെയാകുന്നു. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരും എന്ന് തന്നെയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുക. കാരണം പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ വന്നു ചേരുന്നതായ ഈ അവസരം അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുഭകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. സൗഭാഗ്യങ്ങൾ ഒരുമിച്ചായിരിക്കും വന്നു ചേരുക. ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് തന്നെയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. മനസ്സിന് വളരെയധികം നന്മയുള്ളവരാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും പലരും പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ നന്മയാലും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും എന്ന് തന്നെയാണ് ഫലം. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യകാലത്തിന് തുല്യമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും വിഷമതകളുമുണ്ട്. അത് ജീവിതത്തിൽ പലപ്പോഴായി അനുഭവിക്കുന്നതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അത് ധനപരം തന്നെ ആകണം എന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമതകൾ നിങ്ങൾക്കുണ്ട്. ആ വിഷമതകൾ മാറണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ടു പോകുന്നതായ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ഉടനെ തന്നെ സംഭവിക്കും. എന്നിരുന്നാൽ പോലും അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം, ഇത്തരത്തിൽ തടസ്സങ്ങൾ വരുന്നതായ കാര്യങ്ങൾ മുഴുവനായും അഥവാ പൂർണ്ണമായും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കൂ. പല രീതിയിലുള്ള തടസ്സങ്ങളും വിഷമതകളും മാറും എന്ന് തന്നെയാണ് ഫലം. അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.
വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. സ്വപ്നലോകത്ത് എന്നതുപോലെ തന്നെ അനുകൂലമായ സമയമാണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും സ്വപ്നമായി തന്നെ നിങ്ങൾക്ക് തോന്നാം. കാരണം നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുക, ചില അത്ഭുതകരമായ ശുഭവാർത്തകൾ കേൾക്കുക, ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരിക, അത്തരത്തിൽ പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് ഞെട്ടൽ ഉളവാക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും ഉത്തമമായ അവസരങ്ങൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അത് തനിക്ക് വളരെയധികം അനുകൂലമാകും എന്ന ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും തന്മൂലം നിങ്ങൾ ആ അവസരങ്ങൾ തിരഞ്ഞെടുക്കുക. സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ തർക്കങ്ങൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സ്നേഹം നിറഞ്ഞതായ കാലം, സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിൽപരമായി പുതിയ അവസരങ്ങൾ വന്നു ചേരാം. പുതിയ തൊഴിൽ അവസരങ്ങൾ, പ്രധാനമായും ജോലി മാറുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലി ലഭിക്കുക, കൂടാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആത്മബലം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും. അത് എന്നാൽ സാധിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ വിജയം നേടുവാൻ സാധിക്കും തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലേക്ക് പോസിറ്റീവായ ഊർജം കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റു വ്യക്തികൾക്ക് പോലും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികൾക്ക് പോലും അത്ഭുതകരമായി തോന്നാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നത് അവർക്ക് പോലും അത്ഭുതം തോന്നുന്നതായ കാര്യമായി മാറും. അത്തരത്തിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. പണം പല വഴികളിലൂടെയും വരും. അത് സഹായമാകാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന പണമാകാം, സാമ്പത്തികപരമായ ഉയർച്ചയാകാം. അത്തരത്തിൽ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമാണ് എന്ന കാര്യവും ഓർക്കുക. അമിതമായി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് പല അവസരങ്ങളിലും നിങ്ങൾ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ശാരീരികപരമായി ഉണ്ടാകുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആവശ്യത്തിന് വിശ്രമം നിങ്ങൾ എടുക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ വന്നു ചേരാം. ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ അതും പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. 5 തിരിയിട്ട ഭദ്രദീപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും ഒന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ലാത്തവരാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ അവർക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. മനസ്സിന് നന്മയുള്ള വ്യക്തികളാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. സ്വാതന്ത്ര്യം പൊതുവെ ഇഷ്ടപ്പെടുന്നതായ വ്യക്തികളാണ് ഇവർ. സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചില അവസരങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ പരാജയങ്ങൾ നേരിടേണ്ടതായ വ്യക്തികളുമാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. പൊതുവെ മറ്റുള്ളവരെ പറ്റിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുക. പലരും നിങ്ങളെ പറ്റിക്കുന്നു. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാകാം, അടുത്ത് നിൽക്കുന്ന വ്യക്തികളാകാം, തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും
അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ വീണ്ടും ഇവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു. പല രീതിയിലുള്ള പുതിയ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. അതിന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും, അഥവാ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറുവാനും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നത് മൂലം, അഥവാ പല കാര്യങ്ങളും ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നത് മൂലം നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ആഗ്രഹങ്ങളിൽ പലതും ലളിതമായ ആഗ്രഹങ്ങളാകുന്നു. അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഇരട്ടിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തീർച്ചയായും അത്തരം ആഗ്രഹങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ പല വ്യക്തികളും നിങ്ങളോട് കള്ളത്തരം കാണിക്കുകയും ചതിക്കുവാൻ ശ്രമിക്കുകയും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായ അവസരം, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളെ ഉപദ്രവിക്കുന്നതായ വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇഷ്ടദേവത കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ ശ്രമിക്കുകയാണ് എങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. നന്മയുള്ളവരാണ് എന്നത് നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാകുന്നു. അത് ഏവരും അംഗീകരിക്കുന്നതായ ഒരു കാര്യവുമാണ്. എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പല കാര്യങ്ങളിലും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അത് നിങ്ങൾക്ക് പിന്നീട് ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആദർശം ഉള്ളവരാണ് നിങ്ങൾ. ആ ആദർശം കാക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. പല തീരുമാനങ്ങളും എടുക്കേണ്ട സമയത്ത് എടുക്കുവാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചില്ല എന്ന വിഷമം മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ കഴിഞ്ഞുപോയി എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ മറക്കുക. ഇനി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ അനുകൂലമായ തീരുമാനങ്ങൾ, ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. നഷ്ടങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. സാമ്പത്തികപരവും അല്ലാത്തതുമായ നഷ്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ദുഃഖം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം. മികച്ചതായ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ പല കാര്യങ്ങളും ലഭിക്കാതെ കഷ്ടപ്പെടുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. മികച്ച തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹിച്ചതായ ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇനി അഥവാ അത്തരം കാര്യങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അതിൽ തന്നെ അല്പനാൾ ഉറച്ചു നിൽക്കുവാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ വരാം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിഷമിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമല്ല എന്ന കാര്യവും ഓർക്കുക. അല്പം വൈകിയാലും നേട്ടങ്ങൾ വന്നു ചേരും. ഈ കാര്യങ്ങൾ കേട്ട് ഉടനെ തന്നെ ഇത് സംഭവിക്കണം എന്നില്ല. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ വൈകിയാലും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആരോഗ്യപരമായ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. മറ്റുള്ളവർ ചതിക്കുവാൻ ശ്രമിക്കും.
മുൻപ് പരാമർശിച്ച കാര്യം മറക്കാതിരിക്കുക. തീർച്ചയായും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പ്രതിരോധിക്കുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇഷ്ടദേവതയുടെ കടാക്ഷമുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും.